നമ്മുടെ കേരളത്തിലെ ഉമ്മമാര് പബ്ലിക്കിൽ വന്നിട്ട് പ്രതികരിക്കൽ തുടങ്ങിട്ടോ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴല്ലോ ഭയങ്കര സങ്കടമായി. കാരണം ഒരു അമ്മ പറയാണ്, അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കാൻ പറ്റാതായി, അല്ലെങ്കിൽ രാത്രി മക്കൾ വരുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കാൻ പേടിയാണ്, കള്ളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് കഴിയും, കള്ളിനപ്പുറത്തുള്ള മറ്റു ലഹരികളാണ് മക്കൾ ഉപയോഗിക്കണമെന്നുള്ളത്. കാരണം മക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം മക്കൾ ഏത് രീതിയിലാണ് വീടിന്റെ അകത്തേക്ക് കയറി വരുന്നത് അറിയില്ല. വാതിൽ തുറന്നു കൊടുക്കാൻ പേടി, ഓലെ കൂടെ സംസാരിച്ചിരിക്കാൻ പേടി, ഓൾക്ക് ഭക്ഷണം കൊടുക്കാൻ പേടി. എങ്ങനെയാ വരുന്നത് നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ട് വാതിലടിച്ച് കുറ്റിട്ട് കിടക്കാനപ്പോൾ ധൈര്യവും. കാരണം ഏത് രീതിയിലാണ് മക്കൾ വരുന്നത് അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം നിങ്ങളൊക്കെ കാണണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. നമ്മളെ വീടിന്റെ അടുത്ത് അതേപോലെ നമ്മളെ വീട് നാടൊക്കെ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത്. പണ്ടൊക്കെ കള്ളുപിടിച്ചാൽ കിടന്നുറങ്ങിയാൽ തീരായിരുന്നു. ഇന്ന് എന്തൊക്കെയോ ഇറങ്ങാണ്. മക്കളെ സ്നേഹിക്കാനും മക്കളെ അടുത്തേക്ക് പോകാനും ധൈര്യമില്ല. മറ്റൊരു ഉമ്മ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പറയണം പബ്ലിക്കലി. അപ്പോൾ അവതാരകൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും മൊബൈൽ ഓഫ് ചെയ്യണം, ഇതൊരു കുടുംബ പ്രശ്നമാണ്, ആരും വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 8ാം ക്ലാസ് മുതൽ മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, 1 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല, 22ാമത്തെ വയസ്സിൽ ലഹരി പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ഞങ്ങൾ കൊണ്ടുപോകാന്നൊക്കെ അവതാരകൻ പറയുന്നുണ്ട്. ലഹരി ഉപയോഗിക്കും. എന്ന് മുതൽ ഉപയോഗിച്ചു തുടങ്ങി? കുറെ നാളായിട്ട്. ഇപ്പൊ 22ാമത്തെ വയസ്സാ. എത്ര വയസ്സ് മുതൽ ഉപയോഗിച്ചതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത്? എത്ര വയസ്സെന്ന് വെച്ചാൽ ഒരു 8ാം ക്ലാസ് മുതൽ ആണോ? ആയിട്ടൊക്കെ. പക്ഷെ ഇപ്പം നല്ല തലക്ക് പിടിച്ചിട്ട് ജോലിക്കൊന്നും പോകില്ല. ഭയങ്കര. ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത് ഏത് ലഹരിയാ? കഞ്ചാവാണ്. 8ാം വയസ്സ് മുതൽ? 8ാം വയസ്സിലല്ല, 8ാം ക്ലാസ് പഠിക്കും. ഒരു 13-14 വയസ്സുള്ളപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയതാണ്. ആദ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താ ചെയ്തത്? ആദ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉപദേശിച്ച് നന്നാവുന്ന വിചാരിച്ച്. ഡി അഡിക്ഷൻ സെന്ററിൽ എവിടെയെങ്കിലും കൊണ്ടുപോയോ? എവിടെയും കൊണ്ടുപോയിട്ടൊന്നും. എന്താ കൊണ്ടുപോകാൻ? അല്ലാതെ ഇപ്പം കുറച്ചൊരു വർഷത്തോളായിട്ടേ ഉള്ളൂ ഇപ്പം. പിന്നെ ഇതിന് അഡിക്റ്റ് ആയിട്ട്. കഞ്ചാവ് തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്? കഞ്ചാവും വേറെ എന്തോ മറ്റേ സ്റ്റിക്കറോ അതൊക്കെ ഉപയോഗിക്കുന്നു. ആ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കും. എന്താണ് അയാളുടെ ഒരു പെരുമാറ്റത്തിൽ എന്താ മാറ്റം? ചില സമയത്ത് ദേഷ്യമാണ്, ചില സമയത്ത് നല്ല സ്വഭാവമാണ്. മറ്റു ജോലിക്കൊന്നും പോകില്ല? ജോലിക്കൊന്നും ഇപ്പോൾ ഒരു വർഷമായിട്ട് പോവാറില്ല. വിവാഹം കഴിച്ചില്ല? ഇല്ല. മറ്റു സഹോദരങ്ങളുണ്ട്? ഒരു മോളുണ്ട്. അപ്പോൾ അവര് വിളിച്ചുപദേശിക്കാറില്ല? എല്ലാവരും. ദേഷ്യം വല്ലാത്ത സമയത്ത് ദേഷ്യം വരാൻ കിട്ടാതെ നിൽക്കുന്ന ഈ ഡി അഡിക്ഷൻ സെന്ററിൽ എന്താ കൊണ്ടുപോകാൻ? അതിനൊന്നും ആരും മെനക്കെടാനൊന്നും ഇല്ല. ആരും ഇല്ല കൂടെ? കൂടെ ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മളെ ആ രീതിയിൽ എന്തെങ്കിലും സഹായിക്കണോ? എക്സൈസിന്റെ സഹായിച്ചാൽ വലിയ ഉപകാരം. കാരണം ഒരു മനുഷ്യർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം. എങ്ങനെയാണ് ആ മകനെ ഒന്ന് കാണിക്കണേ എറിഞ്ഞ് കൊല്ലായിരുന്നു. അത് ഉമ്മാനെ ലഹരി ഉപയോഗിച്ചിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഉമ്മ കരയാണ്. ഞാനും ഓനും കൂടിയിട്ട് ആദ്യമൊക്കെ ഒരു റൂമിലേക്ക് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓനോടുള്ള പെരുമാറ്റ രീതി മാറിയപ്പോൾ ഞാൻ വേറെ റൂമില്. പെരുമാറ്റ രീതി എന്ന് വെച്ചാല് ഒരു ഉമ്മക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മാനോട് മോന് ചെയ്യാൻ പറ്റാതല്ല ഓൻ ചെയ്യുന്നതിൻ്റെ അടുത്ത്. ഓന് ഫോണിൽ കൂടെ കിടക്കാൻ പേടിയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ ഇതിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ട്